ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിക്കാരുടെ 4th and 6th സെമ്മുകാരുടെ റൂറൽ സോഷ്യോളജി എന്ന പുസ്തകത്തിലെ 3rd ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ 6th സെമ്മുകാർക്ക് നിങ്ങളുടെ ഡെസർട്ടേഷനോ ഒക്കെ വേണമെന്നാണെങ്കിൽ പെയ്ഡായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തരാം. മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റൂറൽ സോഷ്യോളജിയിലെ 3ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് റൂറൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, ഗ്രാമീണ സാമൂഹിക സ്ഥാപനങ്ങൾ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് കിൻഷിപ്പ് ആൻഡ് ഫാമിലി ഇൻ റൂറൽ ഇന്ത്യ. കിൻഷിപ്പ് അഥവാ ബന്ധുത്വവും കുടുംബവും റൂറൽ ഇന്ത്യൻ ഗ്രാമീണ ഇന്ത്യയിൽ എന്നാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. അതിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അതിന് വരുന്ന പ്രധാന ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമതായിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ റൂൾസ് ഓഫ് മാരേജ് ആൻഡ് കിൻഷിപ്പ് ബിറ്റ്വീൻ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യ അതുപോലെ തന്നെ വടക്കേ ഇന്ത്യ എന്നിവിടെയുള്ള വിവാഹത്തിൻ്റെയും രക്തബന്ധത്തിൻ്റെയും നിയമങ്ങൾ താരതമ്യം ചെയ്യാനാണ് ചോദിക്കുന്നത്. നോക്കാം, ഇന്ത്യയിലെ കുടുംബഘടനയും അതുപോലെ തന്നെ വിവാഹ രീതികളും പ്രദേശാനുസൃതമായിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വിവാഹ നിയമങ്ങളിലും രക്തബന്ധ വ്യവസ്ഥകളിലും ഒക്കെ വ്യക്തമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സാമൂഹിക ഘടന, സംസ്കാരം, പാരമ്പര്യം, ജാതി വ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് വിവാഹ നിയമങ്ങളിലെ വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം വടക്കേ ഇന്ത്യയിൽ ഗോത്ര ബാഹ്യ വിവാഹം അഥവാ എക്സോഗമി എന്ന് പറയില്ലേ, ഗോത്ര എക്സോഗമി, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവാഹ രീതി. ബാഹ്യ വിവാഹം നമുക്ക് പറയണേക്കാൾ നമുക്ക് എക്സോഗമി എന്ന് അങ്ങനെ തന്നെ മലയാളത്തിൽ എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഉച്ചരിക്കൽ സാധാരണ. ഒരു ഗോത്രത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം അനുവദിക്കാറില്ല. ഗ്രാമ ബാഹ്യ വിവാഹം അല്ലെങ്കിൽ ഗ്രാമ എക്സോഗമി എന്ന് പറയുന്നത് സാധാരണമായിട്ടാണ് സമൂഹങ്ങളിൽ നടക്കാറുള്ളത്. അതുപോലെ തന്നെ സബിന്ദ നിരോധനം ശക്തമായിട്ട് നിലനിന്നിരുന്നു. അടുത്ത രക്തബന്ധമുള്ള വിവാഹങ്ങൾ നിരോധിക്കുന്നതാണ് സബിന്ദ വിവാഹം എന്ന് പറയുന്നത്, അത് നിരോധിച്ചിരുന്നു. എന്നാൽ ക്രോസ് കസിൻ വിവാഹം, അതായത് പുത്രി അല്ലെങ്കിൽ മാതൃ സഹോദര പുത്രി അല്ലെങ്കിൽ പിതൃ സഹോദര പുത്രി ഇവർ വിവാഹം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ബന്ധുവിവാഹങ്ങൾ അതാണ് കൂടുതലായിട്ടും കാണപ്പെട്ടിരുന്നത്. ക്രോസ് കസിൻ വിവാഹം വ്യാപകമായിട്ട് അവിടെ നിലനിന്നിരുന്നു. അതായത് അമ്മാവൻ്റെ മകളെയോ അച്ഛൻ്റെ സഹോദരിയുടെ മകളെയോ വിവാഹം കഴിക്കുന്ന ഒരു രീതി അവിടെ നിലവിലുണ്ടായിരുന്നു. ചില സമൂഹങ്ങളിലെ മാമൻ മരുമകൾ വിവാഹം വളരെ അംഗീകരിക്കപ്പെടുന്നു. വെച്ചാൽ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ വിവാഹ ബന്ധങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൈവിട്ടു പോകുന്നില്ലല്ലോ, അങ്ങനെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതി ചെയ്തിരുന്നത്. ഇനി രക്തബന്ധത്തിൻ്റെ വ്യവസ്ഥകളിലെ വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ പിതൃാധിപത്യ സമ്പ്രദായമാണ് ശക്തമായിട്ടുണ്ടായിരുന്നത്. അതായത് വംശപരമ്പര പിതാവിൻ്റെ രേഖയിലൂടെ അല്ലെങ്കിൽ പിതാവിൻ്റെ വംശാവലിയിലൂടെ പിന്തുടർന്നു. വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന ഒരു രീതി. സ്ത്രീക്ക് സ്വന്തം വീട്ടിലെ ബന്ധുക്കളുമായിട്ട് വിവാഹശേഷം ബന്ധം കുറവായിട്ടാണ് അവിടെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ബന്ധസംബോധനകളിലൊക്കെ വ്യക്തമായ അകലം പാലിച്ചിരുന്നു. ഭാര്യയുടെ ബന്ധുക്കളോടുള്ള ഇടപെടൽ ഔപചാരികത കൂടുതലായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പിതൃാധിപത്യ രീതി ഉണ്ടായിരുന്നെങ്കിലും ചില സമൂഹങ്ങളിൽ മാതൃാധിപത്യ സ്വാധീനം കാണാൻ സാധ്യമായിരുന്നു. പിന്നെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരളത്തിലെ നായർ സമൂഹത്തിൽ മാതൃാധിപത്യമാണ് നിലവിലുണ്ടായിരുന്നത്. പിന്നെ വിവാഹശേഷം സ്ത്രീക്ക് സ്വന്തം കുടുംബവുമായിട്ട് അടുത്ത ബന്ധം തുടരാൻ കഴിഞ്ഞിരുന്നു. ബന്ധുക്കൾ തമ്മിലുള്ള അടുപ്പവും സഹകരണവും കൂടുതലായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ബന്ധസംബോധനകൾ കൂടുതൽ സൗഹൃദപരവും അടുത്ത ബന്ധം സൂചിപ്പിക്കുന്നതുമായിരുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര സഹായ ബന്ധങ്ങളും ശക്തമായിരുന്നു. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓൺ ദ ട്രഡീഷണൽ ജോയിൻറ്റ് ഫാമിലി. പരമ്പരാഗത കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിൽ നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും സ്വാധീനം അത് ചർച്ച ചെയ്യാനൊക്കെ ചോദിക്കാം കേട്ടോ. ഇന്ത്യൻ സമൂഹത്തിൽ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന പ്രധാന കുടുംബരൂപമാണ് കൂട്ടുകുടുംബം അഥവാ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഒരേ കുടുംബത്തിലെ നിരവധി തലമുറകൾ ഒരുമിച്ച് താമസിക്കുകയും സ്വത്തും ഉത്തരവാദിത്തങ്ങളും ഒക്കെ പങ്കിടുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇത് കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും വന്നതോടെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ സ്വാധീനം. നഗരവൽക്കരണത്തിൻ്റെ സ്വാധീനം നോക്കുകയാണെങ്കിൽ അണുകുടുംബങ്ങളുടെ വർധനവുണ്ടായി. പിന്നെ കുടുംബ ബന്ധങ്ങളുടെ ദുർബലീകരണം, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവാൻ തുടങ്ങി.
പിന്നെ മറ്റൊന്ന് വ്യക്തിവാദത്തിൻ്റെ വളർച്ച, അതായത് വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു രീതി. പിന്നെ സ്ത്രീകളുടെ സാമൂഹിക പങ്കാളിത്തം വർദ്ധിച്ചു. ഇനി വ്യവസായവൽക്കരണത്തിൻ്റെ സ്വാധീനം നോക്കുകയാണെങ്കിലോ, തൊഴിൽ മാറ്റവും കുടിയേറ്റവും ഉണ്ടായി. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഏകത്വത്തിലെ കുറവ് അനുഭവപ്പെട്ടു. പാരമ്പര്യ തൊഴിലുകൾ ക്ഷയിച്ചു തുടങ്ങി. പിന്നെ അധികാരഘടനയിലെല്ലാം മാറ്റങ്ങൾ വന്നു. കൂട്ടുകുടുംബത്തിൻ്റെ അനുകൂല മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം എന്ന ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും വർദ്ധിച്ചു. അതുപോലെ തന്നെ വ്യക്തികളുടെ കഴിവുകൾ വികസിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. ജാതി, മതം തുടങ്ങിയ പരമ്പരാഗത നിയന്ത്രണങ്ങൾ കുറയാൻ തുടങ്ങി. കുടുംബത്തിൽ സമത്വബോധം വളർന്നു. ഇതൊക്കെയാണ് അനുകൂല ഫലങ്ങൾ. പ്രതികൂല ഫലം ചോദിക്കുകയാണെങ്കിൽ, വയോധികർ ഒറ്റപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചു. കുടുംബ പിന്തുണയും അതുപോലെ കൂട്ടായ്മയും കുറഞ്ഞു. കുട്ടികളുടെ സാമൂഹികവൽക്കരണത്തിൽ മാറ്റങ്ങളുണ്ടായി. മാനസിക സമ്മർദ്ദവും കുടുംബ വിവേചനവും വർദ്ധിച്ചു. ഇതാണ് പ്രതികൂല ഫലങ്ങൾ കേട്ടോ. ഇതത്രയും കൊടുക്കുക. ഇനി മറ്റൊരു ചോദ്യമാണ്, അനലൈസ് ഹൗ ലെജിസ്ലേറ്റീവ് ഇൻ്റർവെൻഷൻസ് സച്ച് ആസ് ദ ഹിന്ദു സക്സഷൻ Amendment Act of 2005 have challenged the traditional patriarchal and patrilineal logic of rural Indian villages. 2005 ഹിന്ദു പിന്തുടർച്ച അഥവാ ഭേദഗതി നിയമം പോലുള്ള നിയമനിർമ്മാണ ഇടപെടലുകൾ ഗ്രാമീണ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ പരമ്പരാഗത പിതൃപരമ്പരാഗത യുക്തിയെ എങ്ങനെ വെല്ലുവിളിച്ചു എന്ന് വിശകലനം ചെയ്യാം. എസ്സേയായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. പക്ഷെ നമുക്കധികം എഴുതാനില്ല, എന്നാലും ഉള്ളത് വെച്ചുകൊണ്ട് എസ്സേയൊക്കെ നമുക്ക് എഴുതാൻ നോക്കാം. നമുക്ക് ഇന്ത്യൻ ഗ്രാമസമൂഹം ചരിത്രപരമായിട്ട് പിതൃാധിപത്യവും പിതൃപരമ്പരാഗതവുമായ ഘടനയിലാണ് നിലനിന്നിരുന്നത്. കുടുംബത്തിൻ്റെ അധികാരം പുരുഷന്മാരിൽ കേന്ദ്രീകരിക്കുകയും സ്വത്തവകാശം പിതാവിൽ നിന്ന് പുത്രന്മാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി, അതാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് കുടുംബസ്വത്തിൽ പരിമിതമായ അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാഹചര്യത്തെ വെല്ലുവിളിക്കുന്നതിൽ 2005 ഹിന്ദു പിന്തുടർച്ചാ നിയമം അഥവാ ഭേദഗതി നിയമം നിർണായകമായ നിയമപരിഷ്കരണമായിട്ട് മാറി. 2005 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിൻ്റെ പ്രധാന വ്യവസ്ഥകൾ ചോദിച്ചാൽ, 1956 ഹിന്ദു പിന്തുടർച്ചാ നിയമത്തിൽ പുത്രിമാർക്ക് സംയുക്ത അല്ലെങ്കിൽ കൂട്ടുകുടുംബ സ്വത്തിൽ സമാന അവകാശമില്ലായിരുന്നു. 2005 ഭേദഗതി വഴി പുത്രിമാർക്കും പുത്രന്മാർക്കും തുല്യമായ കോപ്പാർസനറി അവകാശം, അതായത് കോപ്പാർസനറി ഒരേപോലെയുള്ള അവകാശം ലഭിച്ചു. പിന്നെ പിതൃസ്വത്തിലെ ജനനാവകാശം പുത്രിമാർക്കും അംഗീകരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാലും അവകാശം നഷ്ടമാകില്ല എന്നുള്ളത് സ്ത്രീകൾക്ക് ഉറപ്പ് കൊടുത്തു. പിന്നെ സ്ത്രീകൾക്ക് സ്വത്ത് കൈവശം വയ്ക്കാനും കൈമാറ്റം ചെയ്യാനും നിയമപരമായ അധികാരം ലഭിച്ചു. ഇനി ഗ്രാമീണ പിതൃാധിപത്യ വ്യവസ്ഥയ്ക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്വത്തവകാശത്തിലെ പുരുഷ ഏകാധിപത്യത്തെ അത് തകർത്തു കളഞ്ഞു. നമുക്ക് ഇത്രയും വ്യവസ്ഥകൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. രണ്ടാമത്, പിതൃപരമ്പരാഗത വംശാവലി ആശയത്തെ അത് ചോദ്യം ചെയ്തു. മൂന്നാമതായിട്ട്, സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനത് ഇടവരുത്തി. നാലാമതായിട്ട്, സ്ത്രീ വിദ്യാഭ്യാസത്തെയും സാമൂഹിക ബോധവൽക്കരണത്തെയും അത് പ്രോത്സാഹിപ്പിച്ചു. അഞ്ചാമതായിട്ട്, സ്ത്രീധന സമ്പ്രദായത്തെ അത് ചോദ്യം ചെയ്തു. ഇനി നിയമത്തിൻ്റെ പരിമിതികളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമപരമായിട്ട് പുരോഗമനപരമായിട്ടിരുന്നെങ്കിലും ഗ്രാമീണ തലത്തിൽ നിരവധി തടസ്സങ്ങൾ ഇതുവഴി നിലനിന്നിരുന്നു. ഈ നിയമം വഴി നിലനിന്നിരുന്നു. അതാണ് അതിൻ്റെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ? ഒന്ന്, സാമൂഹിക സമ്മർദ്ദമാണ്. പല ഗ്രാമങ്ങളിലും സ്ത്രീകൾ കുടുംബബന്ധം തകരുമെന്ന ഭയം കൊണ്ട് സഹോദരന്മാരുമായി തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാമൂഹിക അപമാനം ഭയന്നുകൊണ്ടൊക്കെ സ്വത്തവകാശം ആവശ്യപ്പെടാതെ പിന്മാറിയിരുന്നു. പിന്നെ മറ്റൊന്ന്, നിയമബോധത്തിൻ്റെ അഭാവം. ഗ്രാമീണ സ്ത്രീകളിൽ പലർക്കും നിയമപരമായ വശത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. പിന്നെ ഭൂമിയുടെ ഉപയോഗം നിയന്ത്രണം പുരുഷന്മാരിൽ തുടരുന്നു. അതായത് ഈ ഒരു നിയമം വന്നുവെങ്കിലും ഭൂമിയുടെ പ്രായോഗിക നിയന്ത്രണമൊക്കെ ആർക്കായിരുന്നു? പുരുഷന്മാർക്കായിരുന്നു. അപ്പോൾ അതിലെന്ത് ചെയ്യണം, എന്താ എൻ്റെ വ്യവസ്ഥിതി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കറിയില്ല, സ്ത്രീകൾക്ക് അറിയില്ല. പിന്നെ മറ്റൊന്ന്, ജാതി സാംസ്കാരിക ഘടനകളുടെ സ്വാധീനമാണ്. അതും ഒരു പരിമിതി തന്നെയാണ് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡിസ്കസ് ദ സെറിമോണിയൽ ഓർ ഫങ്ഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ബോണ്ട്സ് ദാറ്റ് കീപ്പ് റൂറൽ ഫാമിലീസ് കണക്റ്റഡ് അക്രോസ് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസസ്. നോക്കാം, ഭൂമിശാസ്ത്രപരമായ അകലങ്ങളിൽ ഗ്രാമീണ കുടുംബങ്ങളെ ബന്ധിപ്പിക്കുന്ന ആചാരപരവും പ്രവർത്തനപരവും മാനസികവുമായ ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. നോക്കുക, ഗ്രാമീണ കുടുംബങ്ങൾ പരമ്പരാഗതമായിട്ട് ഒരേ വീട്ടിലോ പ്രദേശത്തിലോ താമസിക്കുന്ന കൂട്ടുകുടുംബ ഘടനകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ നഗരവൽക്കരണം, വിദ്യാഭ്യാസം, തൊഴില്, കുടിയേറ്റം തുടങ്ങിയ സാമൂഹിക മാറ്റങ്ങളുടെ ഫലമായി കുടുംബാംഗങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ട് പല സ്ഥലങ്ങളിലായി താമസിക്കേണ്ട സാഹചര്യം വർദ്ധിച്ചു. എന്നിരുന്നാലും കുടുംബ ബന്ധങ്ങൾ പൂർണ്ണമായിട്ട് വിച്ഛേദിക്കപ്പെട്ടിരുന്നില്ല. ആചാരപരമായ, പ്രവർത്തനപരമായ, അതുപോലെ മാനസികമായ ബന്ധങ്ങൾ കുടുംബാംഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഭൂമിശാസ്ത്രപരമായ അകലങ്ങൾക്കിടയിലും ഗ്രാമീണ കുടുംബങ്ങളെ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു.
അതിലൊന്നാമത്തതാണ് ആചാരപരമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഉത്സവങ്ങളും കുടുംബ ചടങ്ങുകളും അതുപോലെ പിതൃപൂജയും പിന്നെ വംശപരമ്പരാഗത ചടങ്ങുകളും അതുപോലെ ബന്ധുത്വ ആചാരങ്ങളൊക്കെ. പിന്നെ പ്രവർത്തനപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സാമ്പത്തിക സഹായം പരസ്പരം നിലനിർത്തിയിരുന്നു. പിന്നെ തൊഴിലും വിഭവങ്ങളും പങ്കിട്ടിരുന്നു. പിന്നെ പ്രതിസന്ധി സമയത്തൊക്കെ പിന്തുണ നൽകിയിരുന്നു. ഇത് കുടുംബത്തിൻ്റെ സാമൂഹിക സുരക്ഷാ സംവിധാനമായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നെ മാനസിക ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആത്മബന്ധവും കുടുംബ തിരിച്ചറിയലും ഉണ്ടായിരുന്നു. പിന്നെ ആശയവിനിമയ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മാനസിക സുരക്ഷയും പിന്തുണയും കുടുംബാംഗങ്ങൾ തമ്മിൽ നൽകിയിരുന്നു. ഇനി സാമൂഹ്യശാസ്ത്രപരമായ സമീപനത്തിൽ നോക്കുകയാണെങ്കിൽ പരിഷ്കരിച്ച വിപുലീകൃത കുടുംബം എന്ന ആശയം സാമൂഹ്യശാസ്ത്രജ്ഞനായ വില്യം ജെ ഗുഹയെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആധുനിക സമൂഹത്തിൽ കുടുംബം പൂർണ്ണമായിട്ടില്ലാതാകുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ഭൗതികമായിട്ട് വേർപിരിഞ്ഞാലും ബന്ധങ്ങൾ നിലനിൽക്കുന്ന, അതായത് പരിഷ്കരിച്ച ഒരു വിപുലീകൃത കുടുംബം എന്ന രൂപത്തിലാണത് മാറിയിട്ടുള്ളത്. ഘടനാ പ്രവർത്തനപരമായ സമീപനം വെച്ച് നോക്കുകയാണെങ്കിൽ ടാൽക്കോട്ട് പാർസൺസിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം കുടുംബം സാമൂഹിക ഐക്യവും പിന്തുണയും ഉറപ്പാക്കുന്ന സ്ഥാപനമാണ്. ഇത്രയാണ് അതിൽ നമ്മൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് വരുന്ന പ്രധാന ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.